രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ? അല്ലാതെ നോണ പറയാ. റിയലി വീട്ടിൽ പൊതുവെ ഉപയോഗിക്കുന്നത് സന്തൂറാണോ? അല്ല. അങ്ങനെ പറഞ്ഞ് നിരാശരാക്കരുത്. വേറെ ഏത് പാട്ടാണ് അമ്മയുടെ നോക്കി പാടാൻ തോന്നുന്നത്? രാക്ഷസിന്നായിരിക്കും. സന്തൂറിന്റെ പരസ്യത്തിലൊക്കെ വിളിച്ചാൽ പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. എന്തൊരു കോൾഡ് റിപ്ലൈ. പറഞ്ഞല്ലോ നിർബന്ധിക്കരുത്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഒരു സന്തൂർ മമ്മയെ നേരിട്ട്. മറ്റേ ഒരു കളക്ടറിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞ പോലെ. ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. എന്റെ ഏജ് ആയി പുറത്തിറങ്ങുമ്പോ പയ്യന്മാരൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. കല്യാണ പെണ്ണാണെന്ന് വെച്ചിട്ട് ഒരാൾ വന്നിട്ട് അമ്മേന്റെ കയ്യിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളോട് പറയുന്നെങ്കിൽ പോട്ടെ. ഷോക്കായി പോയിരുന്നു കേട്ടോ. അത് മാത്രല്ല ഇടയ്ക്ക് പ്രപ്പോസൽസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. മൂപ്പർ എന്താ പറയാറ്? തലേന്ന് പോയി തരുമോ ചോദിക്കാറ്. എങ്ങനെയുണ്ട് ഗോപേട്ടൻ? പെർഫെക്റ്റ് ആണോ? 99% പെർഫെക്റ്റ് എന്ന് പറയും. എനിക്കിതിൽ സാരമായ സംശയമുണ്ട്. എനിക്ക് ഭയങ്കര തോൽക്കെട്ടിയാ. വേറെ ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിൽ ഒരുങ്ങാൻ എനിക്ക് രാത്രി ഒരു സമയത്ത് ഞങ്ങൾക്ക് നേരത്തെ അമ്മ എനിക്ക് ഇനിയും പണിയുണ്ട്. എന്താ എനിക്ക് മാച്ചിന് വള എടുത്ത് വെക്കണം, മാല എടുത്ത് വെക്കണം, കൊട എടുത്ത് വെക്കണം, വാച്ച് എടുത്ത് വെക്കണം. അങ്ങനെ എനിക്ക് ഇത്ര എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. 30 വയസ്സ് വരെ പോലും ഒരു പ്രതീക്ഷയില്ല. പിന്നെ 40. ഈ സാധനം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നമസ്കാരം രശ്മി ചേച്ചി, ദേവിക, ഗോപിക. നമസ്കാരം. രശ്മി ചേച്ചിയാണ് നമ്മളുടെ സന്തൂർ മമ്മി. 3 പേരും ഉപയോഗിക്കുന്നത്, വീട്ടിൽ പൊതുവെ ഉപയോഗിക്കുന്നത് സന്തൂറാണോ? അതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ പറഞ്ഞ് നിരാശരാക്കി. അതെ, സന്തൂർ മമ്മി എന്നുള്ള ടൈറ്റിൽ ഞാൻ മാത്രമല്ലല്ലോ വിളിക്കുന്നത്. അല്ലല്ലോ, ഇത് കൊറേ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഏറ്റവും കൂടുതൽ ഈ സന്തൂർ മമ്മി വിളി കേൾക്കുന്നത് മക്കളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാണോ അതോ രശ്മി ചേച്ചിയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാണോ? ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ റീലും ഫോട്ടോ ഒക്കെ ഇട്ട് തുടങ്ങിയ നാൾ തൊട്ട് അമ്മയാണെന്ന് പറയണോ ചേച്ചിയാണെന്ന് പറയണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ രണ്ടുപേർക്കും? എല്ലാരും ചോദിക്കും ഇത് ചേച്ചിയല്ലേ. ഇപ്പൊ എത്ര അമ്മയാന്ന് പറഞ്ഞാലും എല്ലാരും പറയില്ല, നിങ്ങളെ കൺസിസ്റ്റേഴ്സിനെ പറയുള്ളൂ. ആണോ? എന്തോ നല്ല വിഷമമുള്ളത് പോലെ. കേട്ടിരിക്കുമ്പോ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ വിഷമം, പിന്നെ ഇല്ല. രശ്മി ചേച്ചി എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്? സത്യം പറഞ്ഞാൽ മക്കളുടെ പ്രായം പറയാൻ പറ്റത്തില്ലെന്നാണ്. എന്നാലും 24 വയസ്സ് ഉണ്ടല്ലോ അല്ലേ? 24 വയസ്സുള്ള 2 പെൺപിള്ളേരുടെ അമ്മയാണ്. ഓ മൈ ഗോഡ്. ചർമ്മം കണ്ട പ്രായം പറയത്തേ ഇല്ല. എങ്ങനെയാണ് ഈ ചർമ്മം ഇത്ര യങ് ആയിട്ട് പരിരക്ഷിക്കുന്നത്? അയ്യോ എന്ത് നല്ല ചിരിയാ. പറയ്. അല്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ അല്ല, കാര്യമായിട്ട്. പിന്നെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഫുഡ് അങ്ങനെ ഒരുപാട് കഴിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ഇല്ല. ഷുഗർ ഒന്നും വലിയ പ്രോബ്ലംസ് ഇല്ല. അത് പക്ഷെ എന്നാലും ഞാൻ ഷുഗർ അത്ര മാത്രം